നല്ല കാര്യാന്ന് പറഞ്ഞു. മതിലൊക്കെ ചാടി. എന്താ പറയാനുള്ളേ? കാല് പാടില്ലല്ലേ, ഞാൻ അതിലെ കയറി ഇറങ്ങിയാൽ അതിലെ അങ്ങോട്ടൊരു പ്രകാരത്തിൽ കയറി ഇങ്ങോട്ടായിപ്പോൾ കയറി പുറത്തേക്ക് പോകില്ല. കുഴുകുത്തി മീനെ പിടിച്ചിട്ടൂന്നാ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടേച്ച് തള്ളോട് വന്ന് പറഞ്ഞു. അന്നേരം എന്നാ പറഞ്ഞേ? ഒന്നും വേണ്ടിയില്ല, വഴക്കും പറഞ്ഞില്ല, തന്നെ ഇറങ്ങിയനാ. അവരും മെയിൻ ചത്തുവാണേന് അവരുടെ സങ്കടം, ഞാൻ ചാകണേന് ഒരു സങ്കടമില്ല. പിന്നെ അവരെന്നാ പറയാൻ സത്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അതായിരുന്നു എനിക്ക് എൻ്റെ ജീവിതം ദീർഘാവില്ല. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇവിടത്തെ സിറ്റുവേഷൻസ് കാണിച്ചു തരാവേ. ഇതാ മഴക്കാറ് വന്ന് മൂടി നിൽക്കുവാണ് കേട്ടോ. കുറച്ച് മഴക്കാറെല്ലാം കാർമേഘങ്ങൾ എടുത്തുകൊണ്ട് പോയേ. ചെറിയ ഇടിമുഴക്കം ഉണ്ട്. ചേട്ടനോടാണെങ്കിൽ സിറ്റ് ഔട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കണമില്ല. ചേട്ടൻ അങ്ങനെയൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. നിങ്ങൾ കാണും പോലെയുള്ള മനുഷ്യനൊന്നും അല്ല ഇത്. ചേട്ടൻ എന്നാ ഒരു ചിരി. അങ്ങോട്ട് കയറി നിൽക്കണുണ്ടോ ഇല്ലയോ? കയറി നിൽക്കണുണ്ടോ ഇല്ലയോ? ഈ വീട്ടിൽ പേടിയില്ലാത്ത ഒരേ ഒരാൾ ചേട്ടനാണെന്ന് എനിക്ക് തോന്നണേ. ഇടിയും പേടിയില്ല, ഒരു കുന്തവും പേടിയില്ല. എന്നതാ ദേ 3 പേരും കൂടെ കൂടിയിട്ട് പോണം. എന്താ പാല് ദേ ഇടിമിന്നല. എൻ്റെ പൊന്നോ, ഓടിപ്പൊക്കോ. പാലൊഴിക്കാനുള്ള പാൽപാത്രവും കൊണ്ട് വന്നാണ്. അത് നമ്മുടെ അടുത്ത വീട്ടിലെ ചേട്ടനാണ് കേട്ടോ. ആ ചേട്ടൻ്റെ കൊച്ചാ പുറകിലിരിക്കണേ. ആ ചേട്ടൻ്റെ അളിയൻ്റെ കൊച്ചാണ് മുമ്പിലിരിക്കുന്നത്. അപ്പം ഇടിമിന്നലുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ മറ്റുള്ളവരോട് സംസാരിച്ച് നോക്കാം. ഇതാ പൂച്ചെടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വാ ചേട്ടാ, കയറി വാ ചേട്ടാ. ചുമപ്പ റെഡാ. ബാ അങ്ങോട്ടാ. ആ ചെത്തിയാ ചട്ടി പിടിപ്പിച്ചിട്ട് ഇതിലെ വെച്ച ഭയങ്കര രസമായിരുന്നു. ഞാൻ അശോക ചെത്തി ആ ഒരു വീട്ടിൽ. ആ ശരിയാ, ഇടിമിന്നലുണ്ട്. വാ കേറി വാ. മിന്നലേ മിന്നലേ താഴെ വരണ്ട. എനിക്ക് പേടിയാണ് കേട്ടോ, എനിക്ക് പേടിയാ. എൻ്റെ ഇടിപ്പേടിയെക്കുറിച്ച് ചേട്ടൻ സംസാരിക്കും. എടാ ഭിത്തിയെ ചാരി ഇരിക്കില്ലടാ. മൊബൈൽ എടുത്ത് വെച്ച ഇടിമിന്നലുണ്ട്. മൊബൈൽ എടുത്ത് വെക്കിയ ഇടിമിന്നലുണ്ട്. പിന്നെ ഇടി പേടിയുള്ള ഒരാളാണ് കേട്ടോ. ഇതാ ഇവനെ കൊണ്ടുവന്ന് ഇവനിൽ ഓടി അടക്കാതിരിക്കാൻ വേണ്ടി ഇവനെ കൊണ്ടുവന്ന് കട്ടിലിൻ്റെ കാലയിലേക്ക് കെട്ടിയിട്ടേക്കുക. അപ്പം അവൻ ഇരിക്കുന്ന ഇരിപ്പാണ് ഈ കാണുന്നത്. അവൻ ഭയങ്കര ഡീസൻ്റ് ആയിട്ട്. എടാ മൊബൈൽ എടുത്ത് വെക്കടാ. ബാസ്ക്യൂ ഇടി പേടിയുള്ള അടുത്ത ആളാണ് കേട്ടോ ഇത്. ഭയങ്കര പേടിയാണ് ഇവൻ ഇടി. പിന്നെ മൊബൈൽ ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ അവൻ ആ ഏരിയയിലേക്ക് നോക്കത്തില്ല. അത് വേറെ കാര്യം അല്ല. ബാസ്ക്യൂ ക്യാമറയാണെന്നറിഞ്ഞാൽ പിന്നെ ബാസ്ക്യൂ ഇങ്ങോട്ടങ്ങ് നോക്കും. ബാസ്ക്യൂവിന് ഇടിമിന്നൽ ഭയങ്കര പേടിയാണ്. മുറ്റത്ത് നിൽക്കുമ്പോഴത്തേക്ക് പേടിച്ച് വാതിലെ തട്ടും, മേശയുടെ അടിയിലേക്ക് കയറി നിൽക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായും. ഭയങ്കര പേടിയാട്ടോ. ഇടി പേടിയുള്ള പട്ടിക്കുഞ്ഞുങ്ങളുടെ വേറെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ ബാസ്ക്യൂ മോന് ഇടി ഭയങ്കര പേടിയാണ്. ഇപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആള് ഇടി പേടിയാന്ന് പറഞ്ഞിരിക്കണം. ഇത് വടിയും പിടിച്ചോണ്ടിരിക്കണം. അമ്മച്ചി ഒരു വടിയൊക്കെ പിടിച്ചോണ്ടിരിക്കും. ഇനി അടുത്ത ഏത് മതിൽ ചാടണമെന്ന് അമ്മച്ചി ചിന്തിച്ചോണ്ടിരിക്കുക. അതിങ്ങനെ മാന്തണ ഒരു സാധനം ഉണ്ട്, അതെടുത്ത് മാന്ത.
ഒരു കൈപ്പത്തി പോലെ ഇരിക്കണത്. ഇടി പേടിയുണ്ടോ? ഇടി പേടിയുണ്ട്. കാറ്റാ പേടിയില്ല. കാറ്റിനോട് അത്രയും പേടിയില്ല. ഇടി വെട്ടുമ്പോൾ പേടിയില്ല. വാ ഇങ്ങോട്ട് വാ. ചേട്ടൻ അപ്പം അരിയാൻ പോവാ. അപ്പം തിന്നുണ്ടോ? ഓ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടല്ലോ. തിന്നണില്ലേ? പിന്നെ അമ്മച്ചിക്ക് എടുത്ത് തിന്നാവല്ലോ. അമ്മച്ചി കാഴക്കോട്ട് നോക്കി കാല് നീട്ടിങ്ങനെ ഇരിക്കണേ. അമ്മച്ചി മധുരമൊക്കെ അറിയുന്ന ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൾക്കാർ ചിരിച്ചിരിച്ച് മടുത്തു എന്ന് പറഞ്ഞു ഒത്തിരി കമൻറ്റ് വന്നു. ആ എന്നാലും തന്നെ ആൾക്കാർ ഒത്തിരി നാട് കൂടിയാ ചിരിച്ചതെന്ന് പറഞ്ഞു. പിന്നെ അമ്മച്ചി തന്നെ ആക്റ്റീവായിട്ടൊക്കെ നടക്കണത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു. മതിലൊക്കെ ചാടി. എന്താ പറയാനുള്ളേ? കാല് പാടില്ല. ഞാൻ അതിലെ കയറി ഇറങ്ങിയാൽ അതിലെ അങ്ങോട്ടൊരു പ്രകാരത്തിൽ കയറി ഇങ്ങോട്ടാ ഇപ്പൊ കയറി ഇപ്പുറത്തേക്ക് പോലുമില്ല. ഞാൻ നേരെ വഴിക്കോടെ തന്നെ പോകും. അമ്മച്ചി എത്ര വിറകെടുക്കാൻ പോയതാ? 2 കിലോ വിറക് കിട്ടി. അത് അപ്പുറം കൊണ്ട് വെച്ചിട്ടുണ്ട്. അഡ്വഞ്ചറിസ്റ്റാ. വേറെ ഒന്നും പോയതല്ല. തന്നെ ഈ ചൂടത്ത് ഇങ്ങനെ ഇരിക്കണ ഇതിനകത്ത് എന്ത് ചൂടാ? ഇവിടെ ഇരിക്കാൻ പറ്റണില്ല. പിന്നെ അവിടെ ഫാൻ ഇട്ടിട്ടുണ്ടല്ലോ. ഇടിവെട്ടുവാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒതുങ്ങിയിരിക്കണം. അമ്മച്ചി ചെറുപ്പത്തിലൊക്കെ മരത്തേ കയറുമായിരുന്നോ? മരത്തിന് മുകളിലേക്ക് കയറണ എന്തിനാ? എന്നാലും ചെറിയ കപ്പിലാന്തയ്യൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിലൊക്കെ കുലുക്കി ചാടിക്കാൻ വേണ്ടി ഓരോ കപ്പൊക്കെ കയറും. കശുമാവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കപ്പിലാവ് അന്നത്തെ കാലത്ത് കപ്പിലാവാ. എൻ്റെ ചെറുപ്പത്തിൽ അവിടെ റബ്ബർ തോട്ടമൊക്കെ കുറവില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞാണ് റബ്ബറൊക്കെ ആയത്. കപ്പിലാന്തോട്ടമായിരുന്നു മുഴുവനും. പറമ്പ് മുഴുവൻ കപ്പിലാവാ. അതിൽ കയറുമായിരുന്നോ? ചെറിയ തയ്യക്കടയൊക്കെ കയറും. അല്ലാതെ വലിയ മരത്തക്കട. എന്നിട്ട് അതെന്നെ ചെയ്യണേ? അണ്ടി പറക്കി എടുത്ത് കൊണ്ട് വീട്ടിൽ കൊണ്ടുവയ്ക്കും. വിറ്റ് പൈസ മേടിക്കും. ആ പൈസ ആർക്കാ കൊടുക്കണേ? അമ്മയ്ക്ക് കൊടുക്കുമോ? അമ്മ എടുക്കുമല്ല. എനിക്ക് ഞാൻ കൊച്ചല്ല. എനിക്കൊരു 8-10 വയസ്സുള്ളപ്പോഴാണ്. അന്നേരം വയ്ക്കാനൊന്നും ഞാൻ പോകില്ല. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മുഴുവൻ റബ്ബർ തോട്ടമായി മാറി. എല്ലാവരും കപ്പിലാവെല്ലാം വെട്ടിക്കളഞ്ഞ റബ്ബർ വെച്ചു. ഞങ്ങളുടെ പറമ്പിൽ നിന്ന് കപ്പിലാവും വെട്ടിക്കളഞ്ഞു. അതിനകത്ത് റബ്ബർ വെച്ചു. പിന്നെ ഒന്നുമില്ല. റബ്ബർ വെട്ടാൻ അറിയോ? റബ്ബർ ഞാൻ വെട്ടിയിട്ടൊന്നുമില്ല. അപ്പൊക്കെ റബ്ബർ വെട്ടാൻ അറിയാമായിരുന്നോ? റബ്ബർ ചെറുതായിട്ടൊക്കെ വെട്ടും. ഞാൻ എൻ്റെ വീട്ടിലെ റബ്ബർ വെട്ടണ ചെറുക്കന്മാരൊക്കെ. അപ്പം റബ്ബർ വെട്ടാൻ പോയിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? റബ്ബർ വെട്ടാനൊന്നും പോയിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. അമ്മച്ച കണ്ടിട്ടില്ലേ? റബ്ബർ വെട്ടാൻ പോണേ ഞാൻ കണ്ടിട്ടില്ല. ഇല്ലേ? എല്ലാവരും റബ്ബർ വെട്ട് പഠിച്ചിട്ടാണ് റബ്ബർ വെട്ടാൻ പോകുന്നത്. എല്ലാവരും റബ്ബർ വെട്ടിക്കളയാൻ സമ്മതിക്കുമോ? അപ്പം റബ്ബർ വെട്ടിയെന്ന് ഞാനും കേട്ടിട്ടൊന്നുമില്ല. എൻ്റെ വീട്ടിൽ റബ്ബർ വെട്ടണ ചെറുക്കന്മാരൊക്കെ ജോണിനറിയാം, ജിമ്മിക്കറിയാം. അവർ അവിടെ വെട്ടിക്കൊണ്ടിരുന്നത്. പ്ലാവേ കയറിയിട്ടുണ്ടോ? പ്ലാവിൻ്റെ മുകളിലേക്ക് ആകാറുണ്ടെങ്കിൽ തേങ്ങ കയറുമായിരുന്നോ? പിന്നെ എന്നാലും അമ്മച്ചി കിണറ്റിലൊക്കെ ഇറങ്ങിയിട്ടില്ലേ? കിണറ് അത് കഴിഞ്ഞ് ഒരു കൊല്ലാണ് താത്തിയത്. വെള്ളം പറ്റി മീനും കിടപ്പുണ്ടായിരുന്നു. 2 വരാൽ മേടിച്ചിട്ട് വെച്ച് മൊത്തമായി പരീക്ഷ എഴുതാൻ പോയി. കിണറ്റിൽ വെള്ളം പറ്റിയപ്പം വരാലിങ്ങനെ തണുപ്പത്ത് ഇങ്ങനെ കിടക്കുക, മരിച്ചോണം കിടക്കുക. എൻ്റെ തള്ള വന്ന് എന്നെ കൊല്ലാറാക്കി. ഞങ്ങൾ വെള്ളം കോരി ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അതിന് വെള്ളം കിണറ്റിലേക്ക് കൊണ്ട് ഒഴിച്ചില്ല എന്നും പറഞ്ഞ് കൊല്ലാൻ തുടങ്ങുമെന്ന് വെച്ചാൽ ഞാൻ എന്നിട്ട് ഒരു ഏണി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ ഏണി ചാരി വെച്ചിട്ട് കിണറ്റിലേക്ക് ഇറങ്ങി. ആ വരാൽ കിടന്ന ഭാഗത്ത് നല്ല തണുപ്പ്, ചെളിയായിരുന്നു അവിടെ. കൈ കൊണ്ട് അങ്ങ് മാന്തി മുട്ടിനൊപ്പം താത്തി വരാലിനെ വെള്ളത്തിലേക്ക് എടുത്തിട്ട് ഞാൻ കിടക്കണം. അപ്പോൾ അമ്മച്ചനെ അമ്മ കണ്ടില്ലേ? അമ്മയൊന്നും കണ്ടിങ്ങനെ തള്ള വഴക്കും കൂടി പരിക്കാത്തിരിക്കുമ്പോൾ വരാലി എത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
എന്നിട്ട് വരാല് വാങ്ങിച്ചെന്ന് മോനോട് ഒന്ന് കുത്തി ഇടാൻ പറഞ്ഞായിരുന്നു. മകൻ പരീക്ഷ എഴുതാൻ പോയി പറഞ്ഞു, മൂത്ത മകൻ മൊത്തമായി. പിന്നെ മകൻ കുത്തണ ഇങ്ങനെ മകൻ വരുമ്പോഴത്തേക്കും വരാലി വരാലെന്തിയാ? വരാലിനെ കിണറ് തരാൻ നേരത്തെ പിടിച്ചെടുത്തു. കറി വെച്ചോ? എന്നാ ചെയ്തത് ഞാൻ ഓർക്കണില്ല. അങ്ങനെ കിണറ്റിലിറങ്ങണ്ടാവുന്നു. വെള്ളം കൊണ്ടൊഴിക്കും, ഒരു ദിവസം ഒഴിക്കും, അതങ്ങ് വലിഞ്ഞു പോകും. വരാല് എന്നിട്ട് തണുപ്പത്ത് കിടക്കും. അമ്മ വന്നിട്ട് നോക്കിയപ്പം മീൻ തണുപ്പത്ത് ഇങ്ങനെ കിടക്കാൻ ചത്തോണം. അന്ന് പടകൂടി എന്നെ കിടത്തി നോക്കിയിട്ടില്ല. വരവരാന്ന് വെളുത്തപ്പോൾ ഞാൻ അവിടെ ഏണിയിരിപ്പുണ്ടായിരുന്നു. ചാരിയിട്ട് ഇറങ്ങി ആ വരാല് കിടന്ന ഭാഗത്തൊക്കെ ചെളിയ കൈകൊണ്ടിങ്ങ് മാന്തിയപ്പം മുട്ടിനൊപ്പം അങ്ങ് താണു. അന്നേരം വെള്ളം പൊങ്ങി വന്നു. ആ വെള്ളത്തിലേക്ക് വരാലിനെടുത്ത് വെച്ചിട്ട് ഞാൻ കയറും. അങ്ങനെ കിണറ്റിലിറങ്ങണ്ടാവുന്നു. അല്ലെങ്കിൽ കിണറ്റിലേക്ക് എനിക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം വെച്ച് തന്നെ പോയി ഇറങ്ങിയില്ലേ? അന്നേരം അത്ര ആഴ വരെയുള്ള കോണി ഉണ്ടായിരുന്നോ അവിടെ? ഏണി ഉണ്ടായിരുന്നു. എന്നാ ഏണി? ഈറ്റാടെയാ? കമ്പുള്ള അതിലെങ്ങനെ പിടിച്ചിറങ്ങി? പിടിച്ച അന്നേരത്തെ ഊരിന് അങ്ങ് ഇറങ്ങിപ്പോയി. ആര് പറഞ്ഞു വിടില്ല. ഞാൻ ഇറങ്ങി പരപരാന്ന് വിളക്കണ സമയം നോക്കി ഏണി കുത്തി ഇറക്കി വെച്ച് ഞാൻ അതേ പിടിച്ചു. എത്ര വയസ്സുള്ളപ്പോ? എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. എന്നിട്ട് പറഞ്ഞാ പിന്നെ വീട്ടില് കുഴുകുത്തി മീനെ പിടിച്ചിട്ടൂന്നാ? വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടേച്ച് തള്ളോടൊന്ന് പറഞ്ഞു. അന്നേരം എന്നാ പറഞ്ഞേ? ഒന്നും വേണ്ടിയില്ല. വഴക്കും പറഞ്ഞില്ല? തന്നെ ഇറങ്ങിയനാ? അവര് മെയിൻ ചത്തുവാണേന് അവരുടെ സങ്കടം. ഞാൻ ചാകണേന് ഒരു സങ്കടമില്ല. പിന്നെ അവരെന്നാ പറയാൻ? അത് സത്യമില്ലെന്ന് ഞാൻ പറഞ്ഞത്. അതായിരുന്നു എനിക്ക് എൻ്റെ ജീവിതം ദീർഘാവില്ല. ഇത് ഭയങ്കര വിഷമമുണ്ട് എല്ലാ കാര്യത്തിലും. എന്നെ കൊണ്ടുവന്ന് ചതിച്ചു എൻ്റെ തള്ളേം തന്നേങ്ങനെ. തള്ളയെ ചതിച്ചത്. അവർക്ക് മുതൽ വേണം, സ്വത്ത് വേണം. അല്ലാതെ വിദ്യാഭ്യാസമോ പഠിത്തമോ പണിയൊന്നും അല്ല അവർക്ക് കാര്യം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എന്നെ ജീവിതം കുളമാക്കി വരും. അമ്മച്ചിക്ക് പറഞ്ഞായിരുന്നു വെള്ളത്തുങ്ങളൊക്കെ നോക്കാൻ, ഞാൻ പഠിത്തം കളയില്ല, പഠിക്കാൻ പോവാന്ന് പറഞ്ഞാൽ. കാശ് മുടക്കം വല്ലതും ഉണ്ടോ? അതെ, പഠിപ്പിക്കണം എന്ന് പറയണായിരുന്നു. ആരോട് പറയും? അമ്മച്ചിയുടെ അമ്മയോട് പറയണമായിരുന്നു. അല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ നോക്കുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കണമായിരുന്നു. ഈ ആങ്ങളമാരൊക്കെ കൊച്ചു നോക്കാനിരുത്തിയ. അതൊന്നും പറഞ്ഞ തള്ളയെടുത്തൊരു കാര്യം നടക്കില്ല. എൻ്റെ ജീവിതം കൊളാക്കി വെച്ചിട്ട് അവർ സുഖമായിട്ടിരുന്നു. എൻ്റെ അല്ല, അവക്കടേയും ജീവിതം പോയി. അവളെയും വിട്ടില്ലല്ലോ. പഠിക്കാൻ പറ്റാത്ത വിഷമമുണ്ടോ? പഠിക്കാൻ പറ്റാത്ത അന്ന് പഠിത്തം നിർത്താൻ പറഞ്ഞപ്പോൾ വിഷമം തോന്നിയായിരുന്നോ? പഠിത്തം നിർത്താൻ പറഞ്ഞിട്ടില്ല. കാശ് മുടക്കാൻ ആള് വേണ്ടേ? അവളെ പിടിച്ച് ബുക്കും പുസ്തകമൊക്കെ തീരുമ്പോൾ പുസ്തകം വേണ്ടല്ലോ, ബുക്ക് തീരുമ്പോൾ മേടിച്ചു തരാൻ ആൾ വേണ്ടേ? അതില്ലെങ്കിൽ അവരെ ക്ലാസ്സിൽ കയറ്റിയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട് കുഴപ്പം. എന്നിട്ട് അന്ന് നോക്കിയ ആൾക്കാർ ആരും തിരിഞ്ഞു പോലും നോക്കൂല്ലോ. സുഖമാണോന്ന് പോലും ഒന്ന് വിളിച്ചു ചോദിക്കാൻ ആളില്ല. ആരും വേണ്ട. ആ ഇട്ടത് എന്നാ ചൂടാ, ഇതിനകത്ത് നിന്ന ഭയങ്കര ചൂടാ. ചേട്ടൻ എന്താ പെസഹാപ്പമൊക്കെ അരിഞ്ഞോണ്ടിരിക്കുവാണ് കേട്ടോ. പെസഹാപ്പം അരിയുവാണ്. അപ്പടി തീർത്തോ? ഒരപ്പം അമ്മച്ചിക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു. ചോട് ചെറുതാണ്ടരിയല്ലേ നല്ലത്? വെയിലാകുമ്പോൾ പെട്ടെന്ന് ഉണക്കും. നല്ല വെയിലല്ലേ, നമ്മൾ കരിഞ്ഞു പോകണം. പിന്നെ ഇനിയിപ്പോൾ ഇത് പോകണമെന്ന് നല്ലൊരു 2-3 പേപ്പറെല്ലാം കിട്ടാൽ മതി വാർക്കട മുകളിൽ. ചേട്ടന് എന്തെങ്കിലും എന്നെ കുറിച്ച് പറയാം. ഇടി ഇടി മുഴക്കം എന്നെ കുറിച്ച് ഞാനും ഇടിയും തമ്മിലുള്ള ബന്ധം
ഈ വന്നു കഴിയുമ്പോൾ പിന്നെ പരിക്കാത്ത പുറത്തിറങ്ങൂലാണ്. ആ ഇങ്ങോട്ട് നോക്കി പറ. പിന്നാമ്പറ കാണുന്നെത്ത മുട്ടത്തല. മുട്ടത്തല എന്നാ വിശേഷമൊക്കെ? അത് കൊരക്കടി വരുമ്പോൾ തന്നെ ഇവിടെ എല്ലാവരും പരിക്കാത്ത കയറി ഇരിക്കും, പുറത്തിറങ്ങൂല, എന്നോട്ട് ഇറക്കുപോയില്ല. വലിയ പ്രശ്നമാണ്. കാലൊക്കെ ഇത് കട്ടിലൊക്കെ ചെമ്പലപ്പൊടി ഇട്ടിരുന്ന് പുറപ്പോട്ട് മൂന്ന് പോച്ചിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണണേ. പറ ബാക്കി പറ. അപ്പൊ ഇതാണ് നമ്മുടെ ഇടിയൊക്കെ വെട്ടി മഴയൊക്കെ പെയ്ത് വീടിനകത്തിരിക്കുമ്പോഴുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. ഇത്രയൊക്കെ ഉള്ളു. നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.